പെരുമ്പാവൂരിൽ നൂറുൽ ഹുദ മസ്ജിദിൽ നടക്കുന്ന ബാലവിവാഹത്തിൽ നടപടി ഗൗരവമേറിയ വിഷയമാണെന്ന് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ.വി. മനോജ് കുമാർ പ്രതികരിച്ചു. സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ പറഞ്ഞു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. എറണാകുളം DCPയോട് റിപ്പോർട്ടും തേടി. ന്യൂസ് മലയാളത്തിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കുന്ന സ്വപ്നമാണെന്നും മുഖ്യമന്ത്രി. അഭിമാനപൂർവ്വമായ ഈ നേട്ടം നമുക്ക് ഓരോരുത്തർക്കും ആഘോഷമാക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ട്രയൽ റണ്ണിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തുറമുഖത്തെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ മദർഷിപ്പിന് സ്വീകരണം നൽകും. ശേഷം ട്രയൽ റൺ നടത്തും. ചൈനയിലെ സിയാമെൻ തുറമുഖത്തു നിന്നും 2000 കണ്ടെയ്നറുകളുമായാണ് കപ്പലെത്തിയത്. KSU നിയമസഭാ മാർച്ചിലെ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ എന്നിവർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200ഓളം പ്രവർത്തകർക്കെതിരെയാണ് കേസ്. പ്രതികൾക്കെതിരെ ചുമത്തിയത് പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യം നിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. പനിച്ചു വിറച്ചു കേരളം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രം പുതുതായി പനിക്ക് ചികിത്സ തേടിയത് 13,000-ലേറെ പേർ. പനി ബാധിതർ കൂടുതലും മലപ്പുറത്ത്. തിരുവനന്തപുരത്ത് 2 പേർക്ക് കോളറ. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. വ്യാപക ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ. പുനഃപരീക്ഷ വേണ്ടെന്നും സത്യവാങ്മൂലത്തിൽ. നീറ്റ് UG കൗൺസിലിംഗ് അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും. കർഷക സമരത്തെ തുടർന്നടച്ച ശംഭു അതിർത്തിയിലെ ബാരിക്കേഡുകൾ നീക്കം ചെയ്യാൻ ഉത്തരവ്. 7 ദിവസത്തിനകം ബാരിക്കേഡുകൾ മാറ്റി ഗതാഗത യോഗ്യമാക്കണം. ഉത്തരവ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടേത്. തീരുമാനം 5 മാസത്തിന് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ടെന്ന് ബിനോയ് വിശ്വം. തോറ്റെങ്കിൽ അത് ഒരാളുടെ മാത്രം കുറ്റമല്ല, തെരുവിൽ പരസ്പരം പോരടിക്കേണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ബിനോയ് വിശ്വത്തിന്റെ മറുപടി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനത്തിൽ. നേതാക്കന്മാരുടെ ശകാര ഭാഷ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. താഴെ തട്ടിലുള്ളവരെ കേൾക്കാൻ നേതാക്കൾ തയ്യാറായില്ല. അതിന്റെ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. പത്തനംതിട്ടയിലെ ജയസാധ്യത മനസ്സിലാക്കാൻ സ്വന്തം നിലയ്ക്ക് അഭിപ്രായ സർവേ നടത്തിയെന്നും തോമസ് ഐസക് ക്രോസ് ഫയറിൽ വെളിപ്പെടുത്തി. ഓസ്ട്രിയ സന്ദർശനത്തിന് ശേഷം ചാൻസലർ കാൾ നെഹാമറിനും ഓസ്ട്രിയൻ സർക്കാരിനും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന് പുതിയ ഊർജം പകർന്നെന്നും വൈവിധ്യമാർന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മോദി. ഗവർണർക്കെതിരായ കേസ് നടത്തിപ്പിന് വൈസ് ചാൻസലർമാർ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചതിൽ വിമർശനവുമായി ഗവർണർ. ചെലവഴിച്ച തുക അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്ന് ഉത്തരവ്. 1,13,00,000 രൂപയാണ് VCമാർ മടക്കി നൽകേണ്ടത്. സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണമെന്നായിരുന്നു ഗവർണറുടെ ഉത്തരവ്. സർവകലാശാല ഫണ്ടിൽ നിന്ന് പണം എടുത്തത് ദുർവിനിയോഗം ആണെന്നും നീതീകരിക്കാൻ കഴിയില്ലെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് പുതിയ +1 സീറ്റുകളും ബാച്ചുകളും അനുവദിക്കുന്നതിൽ സർക്കാർ തീരുമാനം ഇന്ന്. നിയമസഭയിൽ ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പ്രത്യേക പ്രസ്താവന നടത്തും. സീറ്റ് ക്ഷാമത്തെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതി കൂടുതൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ ശുപാർശ ചെയ്തിരുന്നു. അതേസമയം നിശ്ചയിച്ച ബില്ലുകളും ധനാഭ്യർത്ഥനാ ചർച്ചകളും സഭയിൽ ഇന്ന് പൂർത്തിയാകും. കൊച്ചി വാട്ടർ മെട്രോ 2ാം ഘട്ടം ഒരുങ്ങുന്നു. 143 കോടിയോളം മുതൽ മുടക്കിൽ 15 ബോട്ടുകൾ കൂടി സർവീസിനെത്തും. ടെർമിനലുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കും ബോട്ടുകളുടെ നിർമ്മാണത്തിനും ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നു.
സ്വവർഗ വിവാഹ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്വവർഗാനുരാഗികളുടെ നിയമപരമായ അംഗീകാരം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ഹിമ കോഹ്ലി, BV നാഗരത്ന, നരസിംഹ എന്നിവരടങ്ങിയ ബെഞ്ച്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ. അസം വെള്ളപ്പൊക്കത്തിൽ 5 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 84 ആയി. 27 ജില്ലകളിൽ 14.39 ലക്ഷം പേരാണ് 3.9 ലക്ഷം പേർക്കാണ് പ്രളയം ബാധിച്ചത്. ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. യമുനയിലെ ജലനിരപ്പ് അപകടരേഖ കടന്നാലുണ്ടാകുന്ന പ്രളയം നേരിടാൻ ഡൽഹി പൂർണ്ണസജ്ജമാണെന്ന് ഡൽഹി മന്ത്രി അതിഷി പറഞ്ഞു. വെള്ളപ്പൊക്ക സാധ്യത നേരിടാൻ വകുപ്പുകൾ പൂർണ്ണസജ്ജമാണെന്നും അത്തരം സാഹചര്യത്തെ നേരിടാൻ മോട്ടോർ ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും മെഡിക്കൽ സ്റ്റാഫുകളും അടങ്ങിയ ടീമുകളും സജ്ജമാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യദിന സ്മരണയ്ക്കായി ന്യൂയോർക്കിൽ രാം മന്ദിർ ടാബ്ലോ അവതരിപ്പിക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസ്. ടാബ്ലോ അവതരിപ്പിക്കുക ഓഗസ്റ്റ് 18 നടക്കുന്ന ഇന്ത്യാ ദിന പരേഡിൽ. ടാബ്ലോയ്ക്ക് 18 അടി നീളവും 9 അടി വീതിയും 8 അടി ഉയരവും. പരേഡിൽ ഇന്ത്യൻ ടെലിവിഷൻ താരം പങ്കജ് ത്രിപാഠി അതിഥിയാകും. ത്രിപുരയിൽ 2023-24 കാലയളവിൽ 1790 പേർക്ക് HIV ബാധിച്ചതായി സർക്കാർ അറിയിച്ചു. ദേശീയ എയ്ഡ്സ് നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് HIV പടരുന്നത് തടയാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ. 2022-23 കാലയളവിൽ 2 കുട്ടികളടക്കം 67 പേരും 2023-24 കാലയളവിൽ 45 പേരും HIV ബാധിച്ച് മരിച്ചതായി ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ സമർപ്പിത ദത്ത പറഞ്ഞു. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനദാതാക്കൾക്കായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ച DGCA. വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. നിർബന്ധിത സുരക്ഷാ ക്ലിയറൻസ് ആവശ്യകത അടക്കമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പുറപ്പെടുവിച്ചത്. വയനാട് ജില്ലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമാകുന്നതായി സൂചന. തലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വനത്തിനുള്ളിൽ നിന്ന് കുഴിബോംബ് കണ്ടെത്തി. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കൊച്ചി മാടവനയിൽ ബസ് അപകടം നടന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കാതെ ട്രാഫിക് സിഗ്നലുകൾ. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന ദേശീയപാതയിലെ സിഗ്നലുകൾക്ക് നേരെ കണ്ണടച്ച് അധികൃതർ. സിഗ്നലുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ഡ്രൈവർമാരടക്കം ആവശ്യം ഉന്നയിച്ചിട്ടും ഫലം കണ്ടില്ല. തൃശൂർ ചാവക്കാട് മണത്തലയിൽ വീട്ടമ്മയുടെ മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞ് കവർച്ചാശ്രമം. മണത്തല സ്വദേശി പ്രീജയുടെ മുഖത്തേക്കാണ് മുളകുപൊടി എറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. വിവരമറിഞ്ഞ് അയൽവാസികൾ എത്തുമ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കയ്പമംഗലം 3 പീടികയിൽ റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെടുത്തു. 3 പീടിക അറവുശാലയിൽ ദേശീയപാതയോരത്ത് നിന്നാണ് 90 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. ചെടിയുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. തൃശൂർ അരിമ്പൂർ എറവിൽ കനത്ത മഴയിൽ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ യാത്രക്കാരൻ മരിച്ചു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി നിജിനാണ് മരിച്ചത്. തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ സ്വകാര്യ ബസ് ഡ്രൈവറാണ് നിജിൻ. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിജിൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ 3 ദിവസത്തോളം ചികിത്സയിലായിരുന്നു. തോപ്പുംപടി KCB ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച KCYM കൊച്ചി രൂപത. പശ്ചിമ കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. KCYM കൊച്ചി രൂപത മുൻ പ്രസിഡന്റ് CX ബോണി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള ജൂറിയെ തിരഞ്ഞെടുത്തു. സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയാണ് ജൂറി ചെയർമാൻ. സംവിധായകൻ പ്രിയനന്ദനും ഛായാഗ്രഹകൻ അഴകപ്പനുമാണ് പ്രാഥമിക ജൂറി ചെയർമാൻമാർ. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, എഴുത്തുകാരൻ NS മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളാണ്. മലപ്പുറം പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ ബസ് ബേ സംവിധാനം ഒരുക്കുന്നതിന്
ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം. ഓട്ടോ സ്റ്റാൻഡ് പുനഃക്രമീകരണം നടത്താനും ട്രാഫിക് ക്രമീകരണ സമിതിയിൽ തീരുമാനമെടുത്തു. സ്കൂൾ സമയത്ത് വിദ്യാലയങ്ങൾക്ക് മുന്നിലുള്ള റോഡിൽ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്ന വിധത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനും ട്രാൻസ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. കൊല്ലം ചടയമംഗലം ആക്കലിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് 3-അംഗ സംഘം യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒളിവിൽ പോയ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ഓച്ചിറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സഞ്ചരിക്കുന്ന ഫീവർ ക്ലിനിക്കുകൾ ആരംഭിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. പനി ബാധിതരുടെ എണ്ണം കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. വരും ദിവസങ്ങളിലും പനി കൂടുതലുള്ള വാർഡുകളിലും ഹോട്ട്സ്പോട്ട് ഏരിയകളിലും ക്ലിനിക്കുകൾ സംഘടിപ്പിക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റിലെ ഒരു മുറിയുടെ മേൽക്കൂര പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു. വയോധിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പണിക്കർ റോഡിലുള്ള ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി തവണ കോർപ്പറേഷന് പരാതി നൽകിയിട്ടും പരിഹാരം കാണാതെ അധികൃതർ. കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് കൈമാറ്റം വ്യവസായ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് തെറ്റാണെന്ന് ടി സിദ്ദിഖ്. 300 കോടി രൂപ ആസ്തിയുള്ള കമ്പനി റായ്പൂർ ആസ്ഥാനമായ കമ്പനിക്ക് 30 കോടി രൂപയ്ക്ക് കൈമാറിയെന്നാണ് ആക്ഷേപം. പൊതുമേഖലാ വ്യവസായ സംരക്ഷണം മുദ്രാവാക്യമാക്കിയ സർക്കാർ സ്ഥാപനം ഏറ്റെടുക്കാനൊന്നും ചെയ്തില്ലെന്നും സിദ്ദിഖ്. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ നിയമസഭയിലെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ആരാണ് രാജ്യത്ത് മുസ്ലിം രാഷ്ട്രവാദം ഉയർത്തുന്നതെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം കെ ശൈലജ കാണിക്കണമെന്നും തൂക്കമൊപ്പിക്കാനുള്ള ശ്രമം CPIM നിർത്തണമെന്നും PMA സലാം. +1-ന് 10,000 കുട്ടികൾക്ക് ഇനിയും സീറ്റ് ലഭിക്കുവാനുണ്ടെന്നും PMA സലാം. ഇടുക്കി ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് ജില്ലാ പോലീസ് മേധാവി. കഴിഞ്ഞ വർഷം 850 പരാതികൾ ലഭിച്ചപ്പോൾ കഴിഞ്ഞ 6 മാസം കൊണ്ട് പരാതികളുടെ എണ്ണം 742 കടന്നു. സൈബർ തട്ടിപ്പുകളിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും പോലീസ്. ടേസ്റ്റി നിബിൾസിന്റെ 11 ബഫല്ലോ വിഭവങ്ങൾ റെഡി ടു ഈറ്റ് പാക്കിൽ വിപണിയിലെത്തി. നടിയും അഡോന സെബാസ്റ്റ്യനും ടേസ്റ്റി നിബിൾസ് മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യനും ചേർന്നാണ് പുതിയ വിഭവങ്ങൾ കൊച്ചിയിൽ അവതരിപ്പിച്ചത്. ഇതോടെ റെഡി ടു ഈറ്റ് പാക്കറ്റുകളിൽ 80ഓളം വിഭവങ്ങളാണ് ടേസ്റ്റി നിബിൾസ് ജനങ്ങളിൽ എത്തിക്കുന്നത്. ടേസ്റ്റി നിബിൾസ് വെബ്സൈറ്റ് വഴി ഓണസദ്യ റെഡി ടു ഈറ്റ് പാക്ക് പ്രീ ബുക്കിംഗും ആരംഭിച്ചു. പോലീസുകാർക്കിടയിൽ കാര്യമായ ആന്തരിക സമ്മർദ്ദങ്ങളുണ്ടെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രമേയം. ആലുവയിൽ നടക്കുന്ന എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിശ്രമമില്ലാത്ത ജോലിയും ഏത് തരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന മേൽ കീഴുദ്യോഗസ്ഥ ബന്ധങ്ങളും ജോലി സംബന്ധമായ പരിചയക്കുറവും പലരെയും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങളിലേക്കും വിഷാദരോഗത്തിലേക്കും നയിക്കുന്നതായും പ്രമേയത്തിൽ പറയുന്നു. വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതം, ബാണാസുര മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നിവ അടച്ചതോടെ ജീവിതം പ്രതിസന്ധിയിലായി തൊഴിലാളികൾ. കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ പോൾ കൊല്ലപ്പെട്ടതോടെയാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം സെന്ററുകൾ അടച്ചത്. 5 മാസമായിട്ടും കേന്ദ്രങ്ങൾ തുറക്കാൻ നടപടിയില്ല. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് സുരക്ഷാ വിഭാഗം ജീവനക്കാർക്ക് 5 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് പരാതി. സ്ഥിരമായി വേതനം മുടങ്ങുന്നതും വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാത്തതും മൂലം ബുദ്ധിമുട്ടിലായി ജീവനക്കാർ. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമായും ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. കോട്ടയ്ക്കൽ ഒതുക്കുങ്ങലിൽ വിവാഹം മുടക്കിയെന്നാരോപിച്ച് മധ്യവയസ്കനെയും ഭാര്യയെയും മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ്. മർദ്ദനത്തിനിരയായ കുട്ടിയാലിയുടെ പരാതിയിൽ 3 പേർ അറസ്റ്റിൽ. അയൽവാസി തയ്യിൽ അബു, മകൻ നാഫി, ബന്ധു ജാഫർ എന്നിവരെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്.
കൊല്ലത്ത് വഴിയോര കച്ചവടക്കാരന് നേരെ വ്യാപാരിയുടെ ആക്രമണം. ഏഴുകോൺ ESI ഹോസ്പിറ്റലിന് മുൻവശത്ത് വ്യാപാരം നടത്തുന്ന തേവലക്കര സ്വദേശി ബിജുവിന്റെ കടയ്ക്ക് നേരെയാണ് ആക്രമണം. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ബിജു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തിയ യാനങ്ങൾ പിടിച്ചെടുത്ത് ഫിഷറീസ് വകുപ്പ്. കൊടുങ്ങല്ലൂരിന് സമീപം തട്ടുംകടവിൽ നിന്നാണ് യാനങ്ങൾ സംയുക്ത പെട്രോളിംഗ് സംഘം പിടികൂടിയത്. കയ്പമംഗലം ബീച്ച് സ്വദേശികളായ ധനീഷ്, രമേശ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വള്ളങ്ങളാണ് പിടിച്ചെടുത്തത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തണ്ണീർത്തടം നശീകരണത്തിന്റെ വക്കിൽ. അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് കാഞ്ഞങ്ങാട് പടന്നക്കാട് കാർഷിക കോളേജിന് കീഴിലെ 8 ഏക്കറിലേറെ വരുന്ന കുളം. പ്രദേശവാസികൾ പലതവണ കോളേജ് അധികൃതരെ കണ്ട് നിവേദനം നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നും ആക്ഷേപം. മലപ്പുറത്ത് വ്യാജ മൊബൈൽ കണക്ഷൻ തയ്യാറാക്കുന്ന ആൾ പിടിയിലായത് കൊണ്ടോട്ടി ഒളവട്ടൂർ സ്വദേശി അബ്ദുൾ ഷമീർ. തട്ടിപ്പ് പുതിയ കണക്ഷനായി ഉപഭോക്താക്കൾ നൽകുന്ന രേഖകൾ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് പ്രതിയിൽ നിന്ന് 1500 സിം കാർഡുകളും 1.5 ലക്ഷം രൂപയും പിടികൂടി. പത്തനംതിട്ട മൈലപ്രയിൽ അനധികൃത വയൽ നികത്തൽ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. RTO ഉത്തരവ് നിലനിൽക്കെ നിർദ്ദേശം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പരാതി. സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച് നികത്തിയ 6 ഏക്കറോളം ഭൂമിയാണ് പൂർവ്വസ്ഥിതിയിലാകാൻ ഉത്തരവ് നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കാത്തത്. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ മലിനജല സംസ്കരണ പ്ലാന്റിനെതിരെ ഉയർന്ന പരാതിയിൽ അന്വേഷണവുമായി മനുഷ്യാവകാശ കമ്മീഷൻ. മലിനജല പ്ലാന്റും ആശുപത്രി പരിസരവും പരിശോധിച്ച് കമ്മീഷൻ അംഗം VK ബീനകുമാരി. പരാതികളിന്മേൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം. ഇടുക്കിയിൽ ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലെ വെളിച്ചെണ്ണയിലൂടെ 60-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധ. വിതരണം ചെയ്തത് സർക്കാർ 2018-ൽ നിരോധിച്ച പട്ടികയിൽ ഉൾപ്പെട്ട കേര സുഗന്ധി എന്ന വെളിച്ചെണ്ണ. ഗുണമേന്മ നോക്കാതെയാണ് വെളിച്ചെണ്ണ പാക്കറ്റുകൾ വിതരണം ചെയ്തതെന്ന് ആദിവാസി ഏകോപന സമിതി. വയനാട് മുട്ടിലിൽ മത്സ്യവിൽപ്പനക്കാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. തിരൂർ സ്വദേശി സുഹൈലിന് മർദ്ദനമേറ്റ സംഭവത്തിലാണ് പോലീസ് നടപടി. മർദ്ദനത്തിൽ പരിക്കേറ്റ സുഹൈൽ ചികിത്സയിലാണ്. കൊച്ചി കോർപ്പറേഷനിൽ കുട്ടവഞ്ചി പ്രതിഷേധവുമായി പ്രതിപക്ഷം. പുതുതായി നിർമ്മിക്കുന്ന കോർപ്പറേഷൻ കാര്യാലയത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവായതോടെയാണ് പ്രതിഷേധം. മേയറോട് ഉൾപ്പെടെ വിഷയം സൂചിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇടുക്കി വാഴത്തോപ്പിൽ പന്നിഫാമിൽ നിന്ന് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. നാട്ടുകാർ രംഗത്തെത്തിയത് വാഴത്തോപ്പ് കൊക്കരക്കുളത്ത് പ്രവർത്തിക്കുന്ന ഫാമിനെതിരെ. ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരം ആരംഭിച്ചു. തൃശൂർ മുളങ്കുന്നത്തുകാവിലെ സ്പെയർ പാർട്സ് ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ കേസെടുത്തു പോലീസ്. അപകട കാരണം കണ്ടെത്തുന്നതിനും അസ്വാഭാവിക മരണത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സയന്റിഫിക് അസിസ്റ്ററും KSCBയുടെ അപകട സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. കൊല്ലത്ത് ബസ്സിൽ വെച്ച് മാല കവർന്ന് നാടോടി സ്ത്രീ പിടിയിൽ. തമിഴ്നാട് മധുര സ്വദേശിനി മീനാക്ഷിയാണ് അറസ്റ്റിലായത്. പ്രതി പിടിയിലായത് മാല പൊട്ടിച്ച ശേഷം ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ. ടൂറിസ്റ്റ് വാഹന നികുതിയിൽ ഹൈക്കോടതികളെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. അഖിലേന്ത്യാ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ അതിർത്തി നികുതി പിരിക്കുന്ന വിഷയം ഉന്നയിക്കേണ്ടത് അതത് ഹൈക്കോടതികളിൽ. കേസിന്റെ തുടക്കം അഖിലേന്ത്യാ പെർമിറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് തമിഴ്നാട് സർക്കാർ നികുതി ഈടാക്കിയതുമായി ബന്ധപ്പെട്ട്.
പോലീസിന്റെ മോശം പെരുമാറ്റത്തിൽ ഇനി മുതൽ ഓൺലൈനായി പരാതി നൽകാം. പരാതിയുമായി എത്തുന്നവർക്ക് സ്റ്റേഷനിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് പരാതി നൽകാം. പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ലഭിക്കും. പരാതിയിൽ ഉടൻ നടപടി. ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യ പ്രദർശനവും സംഘടിപ്പിച്ചു. കൊല്ലം വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച മത്സ്യ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള മത്സ്യ കർഷകരും പ്രമോട്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടം. പച്ചക്കറി കയറ്റി വന്ന പിക്കപ്പ് ലോറി മറിഞ്ഞാണ് അപകടം. വ്യൂ പോയിന്റിനും 9-ാം വളവിനുമിടയിൽ തക്കാളി കയറ്റി ചുരമിറങ്ങി വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ലോഡ് മാറ്റിക്കയറ്റി വാഹനം നീക്കം ചെയ്തു. ഇന്ന് അർദ്ധരാത്രിയായിരുന്നു അപകടം. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ നഗരസഭയ്ക്ക് മുന്നിൽ ഒപ്പുമതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് റസാഖ് കൽപ്പറ്റ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ട് ഉടൻ നൽകുക, കുടിശ്ശിക വരുത്തിയ സാമൂഹ്യ പെൻഷൻ പെട്ടെന്ന് ലഭ്യമാക്കുക, ലൈഫ് ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ദേശവ്യാപകമായി അവകാശ ദിനം ആചരിച്ച് CITU. ഇതിന്റെ ഭാഗമായി തിരുവല്ല ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, മിനിമം വേതനം 26,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കോപ്പ അമേരിക്കയിൽ കൊളംബിയ ഫൈനലിൽ സെമിയിൽ യുറുഗ്വായെ തകർത്തത് എതിരില്ലാത്ത ഒരു ഗോളിന്. വിജയ ഗോൾ നേടി ജെഫേഴ്സൺ ലെർമർ. ജൂലൈ 15-ന് നടക്കുന്ന ഫൈനലിൽ അർജന്റീനയെ നേരിടും. യുക്രൈനിന് പിന്തുണ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. പ്രഖ്യാപനം വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ. സ്റ്റാർമറുടെ തീരുമാനത്തിന് മറുപടിയായി റഷ്യ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ പൗരന്മാർ തങ്ങളുടെ സൈന്യത്തിൽ ആവശ്യമില്ലെന്ന് റഷ്യ. സപ്പോർട്ടിംഗ് സ്റ്റാഫായി റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ആഹ്വാനത്തിന് പിന്നാലെയാണ് റഷ്യയുടെ പ്രസ്താവന. പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വക്താവ് റോമൻ ബാബുഷ്കിൻ. രജിസ്റ്റർ ചെയ്ത അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് 1 വർഷം കൂടി തങ്ങാമെന്ന് പാകിസ്ഥാൻ. 1.5 ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളുടെ രജിസ്ട്രേഷൻ കാർഡുകളുടെ സാധുത 1 വർഷത്തേക്ക് കൂടി നീട്ടാൻ ഫെഡറൽ ക്യാബിനറ്റ് അംഗീകാരം നൽകി. നാടുകടത്തൽ പദ്ധതി നിർത്തണമെന്ന് മുതിർന്ന UN ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സൗദി അറേബ്യയിൽ ജോലി ലഭിക്കാനുള്ള പ്രൊഫഷണൽ പരീക്ഷ 160 രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നീക്കം. ആദ്യഘട്ടത്തിൽ 128 രാജ്യങ്ങളിലാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം നിർബന്ധമാക്കിയത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പുതിയ വിസയിൽ വരുന്നവർക്ക് ടെസ്റ്റ് നേരത്തെ നിലവിൽ വന്നിരുന്നു. സൗദിയിലെ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് അനുവദിച്ച 25% ഇളവ് 30 ദിവസത്തിനകം അവസാനിക്കും. കാലാവധിക്ക് ശേഷം പിഴ ഒടുക്കാത്തവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കും. ഈ വർഷം ഏപ്രിൽ 18 വരെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് 50%വും അതിനുശേഷമുള്ള നിയമലംഘനങ്ങൾക്ക് 25% ഇളവും ട്രാഫിക് വിഭാഗം പ്രഖ്യാപിച്ചിരുന്നു. വാഹനങ്ങളിൽ ഇ-കോൾ സംവിധാനം ഏർപ്പെടുത്താൻ UAE സർക്കാർ അനുമതി നൽകി. UAEയിലെ വാഹനങ്ങൾക്ക് ഇനി അപകടങ്ങൾ സ്വയം റിപ്പോർട്ട് ചെയ്യും. അപകടത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഇടയിലുള്ള സമയം 40% കുറയ്ക്കാൻ ഈ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ലോകത്തെ ആദ്യ AI സൗന്ദര്യ മത്സരത്തിൽ വിജയിയായി കെൻസ ലെയ്ലി. 1500 AI നിർമ്മിത മോഡലുകളെ പിന്തള്ളിയാണ് കെൻ കിരീടമണിഞ്ഞത്. $20,000 സമ്മാനത്തുക. സൗന്ദര്യം, സാങ്കേതിക വിദ്യ, ഓൺലൈൻ ഇൻഫ്ലുവൻസ് എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്.
യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് സ്പെയിൻ ഫൈനൽ സെമിയിൽ നെതർലൻഡ്സിനെ 1-2 ഗോളിന് വീഴ്ത്തി ഇംഗ്ലണ്ട്. 90-ാം മിനിറ്റിൽ വിജയ ഗോൾ നേടി ഒലി വാറ്റ്കിൻസ്. ഇംഗ്ലണ്ടിന്റെ തുടർച്ചയായ 2ാം ഫൈനൽ. സ്പാനിഷ് സ്ട്രൈക്കർ ഡാനി ഒൽമോയെ തേടി വമ്പൻ ക്ലബ്ബുകൾ രംഗത്ത്. 4 വർഷമായി ലീപ്സിഗിന് വേണ്ടി പന്ത് തട്ടുന്ന താരത്തിനായി മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ, ബയൺ മ്യൂണിക് തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളാണ് താൽപര്യം പ്രകടിപ്പിച്ചത്. യൂറോയിൽ മിന്നും പ്രകടനമാണ് ഡാനി ഒൽമോയെ തുണച്ചത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. നിലവിലെ ചാമ്പ്യൻ അൽക്രാസ് മെദ്വദേവിനെ നേരിടും. ജോക്കോവിച്ചിന് ലൊറൻസോ മുസൈറ്റി എതിരാളി. വനിതാ സെമി ഇന്ന്. സിംബാബ്വേക്കെതിരായ 2020 പരമ്പരയിൽ മുന്നിലെത്തി ഇന്ത്യ. 3ാം 2020-ൽ 23 റൺസ് ജയം. 182 റൺസ് പിന്തുടർന്ന സിംബാബ്വെ നേടിയത് 6-159. 3 വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദർ കളിയിലെ താരം. ഗില്ലിന് അർദ്ധ സെഞ്ചുറി. ലോർഡ്സ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇംഗ്ലണ്ടിന് 68 റൺസ് ലീഡ്. വെസ്റ്റ് ഇൻഡീസിന്റെ 121 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 3-189. സാക് റൌലിക്കും ഒലി പോപ്പിനും അർദ്ധ സെഞ്ചുറി. അരങ്ങേറ്റത്തിൽ 7 വിക്കറ്റ് നേടി അറ്റ്കിൻസൺ. റയൽ മാഡ്രിഡിൽ കിലിയൻ എംബാപ്പയുടെ ജേഴ്സി നമ്പർ പ്രഖ്യാപിച്ചു. അടുത്ത സീസണിൽ 9ാം നമ്പറിൽ ഫ്രഞ്ച് താരം കളിക്കും. കാമാവിംഗയും ഗൂളറും അടക്കമുള്ള താരങ്ങളുടെ ജേഴ്സി നമ്പറിൽ മാറ്റം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററാകാൻ രാഹുൽ ദ്രാവിഡിനെ സമീപിച്ചതായി റിപ്പോർട്ട്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് മാനേജ്മെന്റ് ദ്രാവിഡിനെ പരിഗണിക്കുന്നത്. ഇന്ത്യയ്ക്ക് 2020 ലോകകപ്പ് കിരീടം നേടിത്തന്നതിനു പിന്നാലെയാണ് ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞത്. ഫ്രാൻസിനെതിരായ സെമി ഫൈനൽ മത്സരം ജയിച്ചതിന് പിന്നാലെ സ്പെയിൻ ക്യാപ്റ്റൻ ആൽവാരോ മൊറാട്ടയ്ക്ക് പരിക്ക് സ്പെയിൻ ടീമിന്റെ വിജയാഘോഷത്തിനിടെ. അതേസമയം മൊറാട്ട ഫൈനലിൽ കളിക്കുമെന്ന് സ്പെയിൻ കോച്ച് ലൂയിസ് ഡെല ഹുവെന്റെ പ്രതികരിച്ചു. താരത്തിന്റെ പരിക്ക് സാരമുള്ളതല്ലെന്ന് റിപ്പോർട്ട്. യൂറോ കപ്പിൽ തോറ്റെങ്കിലും ഫ്രാൻസ് ടീം പരിശീലകനായി ദിദിയെ ദശാം തുടരും. ലോകകപ്പ് വരെ പരിശീലകനെ മാറ്റില്ലെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ തലവൻ. പ്രതികരണം: സിനദിൻ സിദാൻ പരിശീലകനാകുമെന്ന വാർത്തകൾക്കിടെ. ദശാം 2018-ൽ ഫ്രാൻസിന് ലോകകപ്പ് സമ്മാനിച്ച പരിശീലകൻ. ഇന്ത്യൻ ടൂവിന്റെ കേരള ലോഞ്ച് വേദിയിൽ അന്തരിച്ച നടൻ നെടുമുടി വേണുവിനെ അനുസ്മരിച്ചു കമൽഹാസൻ. തന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രിയപ്പെട്ട നടനാണ് നെടുമുടി എന്ന് കമൽഹാസൻ. ഇന്ന് കൂടെ ഇല്ലെങ്കിലും ഇന്ത്യൻ 2 ഇറങ്ങിയ ശേഷം നെടുമുടി വേണു എന്നും നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് സംവിധായകൻ ശങ്കർ. വിക്രമിനെ നായകനാക്കി പാ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം തങ്കലാന്റെ ട്രെയിലർ പുറത്ത്. ഓഗസ്റ്റ് 15-ന് ചിത്രം തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ തിയേറ്ററുകളിലെത്തും. നച്ചത്തിരം നഗർക്കിറത്ത് എന്ന ചിത്രത്തിന് ശേഷം പാ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കലാൻ. പാർവതി തിരുവോത്തും മാളവിക മോഹനുമാണ് ചിത്രത്തിൽ നായിക വേഷത്തിലേക്ക് എത്തുന്നത്. ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യ മലയാള സിനിമയിൽ നായകൻ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. ചിത്രത്തിൽ സമാന്ത നായികയായി എത്തുമെന്ന് റിപ്പോർട്ട്. ലെന, ഗോകുൽ സുരേഷ്, VG വെങ്കടേഷ്, വഫ റഹ്മാൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തും. തിരക്കഥാകൃത്ത് SN സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം സീക്രട്ട് ജൂലൈ 26-ന് തിയേറ്ററുകളിൽ. കൊച്ചിയിൽ നടന്ന പ്രത്യേക പ്രദർശനത്തിന് ശേഷമാണ് നിർമ്മാതാവ് രാജേന്ദ്ര പ്രസാദ് റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചത്. മോട്ടിവേഷണൽ ഡ്രാമ ജേണറിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സീക്രട്ട്. ധ്യാൻ ശ്രീനിവാസൻ, അപർണ ദാസ്, ജേക്കബ് ഗ്രിഗറി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നു.
മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും ചേർന്ന് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന പഞ്ചായത്ത് ജെട്ടി 26-ന് തിയേറ്ററിലെത്തും. സപ്താതരം ക്രിയേഷൻസും ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മണികണ്ഠൻ പട്ടാമ്പി, സലിം ഹസൻ, സലിം കുമാർ, നിയാസ് ബക്കർ, റിയാസ്, വിനോദ് കോവൂർ, രചന നാരായണൻകുട്ടി, സ്നേഹ ശ്രീകുമാർ, ഉണ്ണിരാജ തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രഞ്ജിൻ രാജാണ് ഈണം പകർന്നത്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിലവിൽ വന്ന നീണ്ട 5 വർഷത്തിന് ശേഷം ഐഫോണിൽ 2 ഫീച്ചറുകൾ അവതരിപ്പിച്ച ഗൂഗിൾ മാപ്പ്. അവതരിപ്പിച്ചിരിക്കുന്നത് സ്പീഡോമീറ്റർ, സ്പീഡ് ലിമിറ്റ് ഫീച്ചറുകൾ. സ്പീഡ് ലിമിറ്റ് ലംഘനങ്ങൾ ഒഴിവാക്കാൻ ഗൂഗിൾ മാപ്പ് ഫീച്ചറുകൾ സഹായിക്കും. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ അടക്കമുള്ള 40-ലധികം രാജ്യങ്ങളിൽ ഫീച്ചറുകൾ പ്രാബല്യത്തിൽ വന്നത് 2019. എയർ ഇന്ത്യയുടെ ആദ്യ നാരോ ബോഡി എയർക്രാഫ്റ്റായ എയർബസ് A320 നിയോയെ സ്വാഗതം ചെയ്ത കമ്പനി 8 ആഡംബര ബിസിനസ് ക്ലാസ് സീറ്റുകൾ, ലെഗ്രൂമോട് കൂടിയ 24 പ്രീമിയം എക്കണോമി സീറ്റുകൾ, 132 എക്കണോമി ക്ലാസ് സീറ്റുകൾ എന്നിങ്ങനെ 3 ക്ലാസുകൾ ഉണ്ടായിരിക്കുമെന്നും കമ്പനി ഹ്രസ്വദൂര സർവീസ് നടത്തുന്ന ഈ ആഭ്യന്തര വിമാനം ഓഗസ്റ്റിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. എയർടെല്ലിന് പിന്നാലെ 20 കോടി എക്സ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയെന്ന മണി കൺട്രോളിന്റെ റിപ്പോർട്ട്. ചോർത്തപ്പെട്ട ഡാറ്റകളിൽ ഇമെയിൽ അഡ്രസ്സും പേരുകളും അക്കൗണ്ട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് കുപ്രസിദ്ധമായ ഹാക്കിംഗ് ഫോറത്തിലെ 10 ഫയലുകളിലായി. ഇവ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണെന്നും സൈബർ പ്രസ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ടെക് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന സാംസങ് ഗാലക്സി അൺപാക്ഡ് ഇവന്റ് 2024 ഇന്നലെ തുടങ്ങി. ഇവന്റിന്റെ പ്രധാന ആകർഷണം അടുത്ത ജനറേഷനിലെ ഹോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ. ഗാലക്സി Z ഹോൾഡ് 6, ഗാലക്സി Z ഫ്ലിപ്പ് 6 സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചു. ഇവന്റിൽ ഗാലക്സി വാച്ച് 7 സീരീസ്, ബഡ്സ് 3 എന്നിവയുടെ അവതരണവും ഉണ്ടാകും. വലിയ ആകാംക്ഷ സൃഷ്ടിക്കുന്ന ഗാലക്സി റിംഗ് പുറത്തിറങ്ങുമെന്നും സൂചന. റെഡ്മി പാഡ് പ്രോ ഈ മാസം ഇന്ത്യൻ വിപണിയിലെത്തും. റെഡ്മി 13 5G പുറത്തിറക്കുന്ന വേളയിലാണ് പ്രഖ്യാപനം. ചൈനയിലെ സമാന ഫീച്ചറുകളുള്ള ടാബ്ലറ്റ് ആണോ ഇന്ത്യൻ വിപണിയിലേക്ക് വരിക എന്നത് വ്യക്തമല്ല. ഹൈപ്പർ OSൽ വരുന്ന ഏറ്റവും പുതിയ ടാബ്ലറ്റാണ് റെഡ്മി പാഡ് പ്രോ. TVS Apache RTR 160 റേസിംഗ് എഡിഷൻ പുറത്തിറങ്ങി. വില 1,28,720 രൂപ. ഇതോടെ TVSന്റെ ഏറ്റവും ചെലവേറിയ വേരിയന്റായി അപ്പാച്ചെ RTR 160. ബൈക്ക് ചെറിയ മാറ്റങ്ങളോടെ ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തും. ഇന്ത്യയിലെ ആമസോൺ വെയർഹൌസ് ഡെലിവറി തൊഴിലാളികൾ കടുത്ത സമ്മർദ്ദത്തിലും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലും ജോലി ചെയ്യുന്നതായി UNI ഗ്ലോബൽ യൂണിയന്റെ റിപ്പോർട്ട്. ഇന്ത്യയിലെ 1838 ആമസോൺ ജീവനക്കാരിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. പുതിയ ബിൽ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കാൻ ഫ്ലിപ്കാർട്ട് ബിൽ ഡെസ്കുമായി സഹകരിച്ചാണ് സംവിധാനം നടപ്പിലാക്കുക. ഫാസ്ടാഗ്, DTH റീചാർജ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇനി മുതൽ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകും. കൺസ്യൂമർ ഡ്യൂറബിൾ ആൻഡ് അപ്ലയൻസസ് നിർമ്മാതാക്കളായ വേൾപൂൾ ഇന്ത്യ ചെലവ് ചുരുക്കൽ നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ട്രാവൽ എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ചെലവ് കുറയ്ക്കാൻ കമ്പനി ടീമുകൾക്ക് നിർദ്ദേശം നൽകി. ചെലവ് ചുരുക്കൽ നടപടിയിലൂടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സയനിസ്റ്റ് വിമർശനത്തിൽ നയം മാറ്റി പരസ്യമാക്കി മെറ്റ. ഇനി മുതൽ സയനിസ്റ്റുകളെ ലക്ഷ്യമിട്ടുള്ള പോസ്റ്റുകൾ വിലക്കുമെന്ന് കമ്പനി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ത്രെഡ് ഉൾപ്പെടെയുള്ള മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പുതിയ ഭേദഗതി ബാധകമാകും. ചൈനയിലെ ജീവനക്കാർക്ക് ആപ്പിൾ കമ്പനിയുടെ ഉപകരണങ്ങൾ നൽകാനൊരുങ്ങി മൈക്രോസോഫ്റ്റ്. രാജ്യത്ത് ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് സേവനങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. നിലവിൽ ഹോങ്കോങ് ഉൾപ്പെടെ ചൈനയിലുടനീളം ആൻഡ്രോയിഡ് ഹാൻഡ്സെറ്റുകൾ ഉപയോഗിക്കുന്ന ജീവനക്കാർക്ക് കമ്പനി iPhone 15 മോഡലുകൾ നൽകും.
നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹൃദമാക്കാൻ പുതിയ പദ്ധതിയുമായി അബുദാബി. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദേശീയ ഹരിത സർട്ടിഫിക്കറ്റ് പദ്ധതിക്ക് തുടക്കം. ബയോഡി ടെക്നോളജിയിൽ ഓഹരികൾ സ്വന്തമാക്കി ദുബാൽ ഹോൾഡിംഗ്. ഉപയോഗിച്ച പാചക എണ്ണ, പാം ഓയിൽ എന്നിവ ശുദ്ധമായ ബയോഡീസലാക്കി മാറ്റുന്ന പ്രമുഖ സ്ഥാപനമാണ് ബയോഡി. നൂതന ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പുതിയ പങ്കാളിത്തത്തിന് പിന്നിലെന്ന് ദുബാൽ ഹോൾഡിംഗ് സിഇഒ അഹമ്മദ് ബിൻ ഫഹദ്. തെന്നിന്ത്യൻ താരം തൃഷ മുഖ്യവേഷത്തിലെത്തുന്ന ബൃന്ദ ഓഗസ്റ്റ് 2 മുതൽ സോണി ലൈവിൽ. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, മറാത്തി, ബംഗാളി, ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര ജെൻ AI കോൺക്ലേവിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ജനറേറ്റീവ് AI ലോകത്തിന് മുന്നിൽ വലിയ വളർച്ച കൈവരിക്കുന്ന ഘട്ടത്തിൽ കേരളം ഈ മേഖലയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ജെൻ AI ഹബ്ബായി മാറുന്നതിന് മുതൽക്കൂട്ടായേക്കും. വാഹനങ്ങൾ ഇനി അപകടങ്ങൾ സ്വയം റിപ്പോർട്ട് ചെയ്യും. വാഹനങ്ങളിൽ ഈക്കോൾ സംവിധാനം ഏർപ്പെടുത്താൻ UAE മന്ത്രിസഭയുടെ അനുമതി. അപകടത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഇടയിലെ സമയം 40% കുറയ്ക്കാൻ ഈ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. സൗദി അറേബ്യയിൽ ജോലി ലഭിക്കാനുള്ള പ്രൊഫഷണൽ പരീക്ഷ 60 രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നീക്കം. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുകയും ജോലികളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുകയുമാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന 4 എയർബസ് വിമാനങ്ങൾ വാങ്ങാൻ സൗദി. റോയൽ സൗദി എയർഫോഴ്സിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് കമ്പനിയുമായി കരാറിൽ ഒപ്പുവച്ചു. അതിനൂതന ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയത്തിൽ ജന്മനായുള്ള ദ്വാരമായ സൈനസ് വിനോസസ് ASD കാർഡിയോളജി ഇന്റർവെൻഷണൽ പ്രൊസീജിയറിലൂടെ അടച്ചാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. ആൻജിയോപ്ലാസ്റ്റി പോലെ താക്കോൽ ദ്വാര സുഷിരം വഴി സ്റ്റെന്റ് ഘടിപ്പിച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. പാലാ സ്വദേശിനിയായ 42-കാരിക്കാണ് ഇന്റർവെൻഷണൽ പ്രൊസീജിയർ നടത്തിയത്. സാധാരണ സങ്കീർണ ഹൃദയ ശസ്ത്രക്രിയ വഴി അടയ്ക്കുന്ന ദ്വാരമാണ് നൂതന ചികിത്സാ രീതിയായ സ്റ്റെന്റ് ഉപയോഗിച്ച് കാത്ത് ലാബിൽ അടച്ചത്.